മകരവിളക്കിന് ശേഷവും ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. നാളെ കൂടിയാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനമുണ്ടാവുക. അരുൺ കൊടുങ്ങൂരിൻ്റെ റിപ്പോർട്ട്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് ശബരിമല സന്നിധാനം കടന്നു പോകുന്നത്. എങ്ങും ശരണമന്ത്രങ്ങൾ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 19-ാം തീയതി വരെ മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനമുണ്ടാകുക. 19-ാം തീയതി രാത്രി ഹരിവരാസനം പാടി നടയടച്ച് മാളികപ്പുറത്ത് സമീപം ഗുരുതി നടക്കുന്നത് ോടെയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകുക. 20-ാം തീയതി പന്തള രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ദർശനമുണ്ടാകുക. ഇതിനുശേഷം തിരുവാഭരണം തിരിച്ച് പന്തളത്തേക്ക് പുറപ്പെടുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തിരുവാഭരണ വിഭൂഷിതനായ സ്വാമി അയ്യപ്പനെ കണ്ടു ദർശിക്കാൻ പറ്റുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇത്. 17-ാം തീയതി വരെയാണ് ഈ തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ കാണുവാനുള്ള ഒരു അവസരമുള്ളത്. നാളെ കൂടി മാത്രമാണ് അതിനുള്ള ഒരു അവസരമുള്ളത്. ജനുവരി 18 വരെയാണ് നെയ്യഭിഷേകം ഉണ്ടാകുക. നെയ്യഭിഷേക പ്രിയനായ സ്വാമി അയ്യപ്പന് ഇടിയിൽ നെയ്ത്തേങ്ങയിൽ നിന്നും നെയ്യ് നിറയ്ക്കുക നെയ്യ് അഭിഷേകം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെയാണ് ഭക്തർ കാണുന്നത്. എന്തായാലും ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പോവുകയാണ്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അതിന് സമാനമായുള്ള ഒരു തിരക്കായിരുന്നു. ഇതിനും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ കാണുന്നത്. നമുക്കറിയാം മകരവിളക്ക് ദിവസമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് അനുസരിച്ചുള്ള ഒരു തിരക്ക് തന്നെ ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്.